കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. അഴകുള്ള മുടി നല്ല ശാരീരിക ആരോഗ്യത്തിന് ലക്ഷണമാണല്ലേ. എന്നാൽ മുടിയുടെ ആരോഗ്യവും സംരക്ഷണവും നമ്മളിൽ മിക്കവരെയും സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും പോഷകം കുറഞ്ഞ ഭക്ഷണങ്ങളും സ്ട്രെസ്സും ഒക്കെ കാരണം ഭൂരിഭാഗം പേരിലും മുടി കൊഴിച്ചിൽ രൂക്ഷമാണ്. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ മിക്കവരിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആദ്യം നമ്മൾ നമ്മുടെ ഹെയർ കെയർ നന്നായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ല പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണമാണോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതും ഒക്കെ കഴിഞ്ഞിട്ടും നമുക്കത് ഒട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യവുമുണ്ട്. വ്യായാമക്കുറവ്, ഉറക്കക്കുറവ് എന്നിവയൊക്കെ നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന മുടികൊഴിച്ചിൽ എന്ന പ്രശ്നം വളരെ വലുതാണല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിപണിയിൽ വരുന്ന ഒരുപാട് എണ്ണകളും ഷാമ്പുകളും ഒക്കെ മാറി മാറി യൂസ് ചെയ്ത് നോക്കും. എന്നാലും ചിലപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ മാറ്റി, ഈ മുടി പൊട്ടലൊക്കെ മാറ്റി നല്ല തിളക്കവും ആരോഗ്യവുമുള്ള മുടി ലഭിക്കാൻ ഏറ്റവും നല്ല 2 മാർഗങ്ങൾ: നമ്മൾ നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ഭക്ഷണം, ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട മുടികൊഴിച്ചിലിനും നമ്മുടെ പൊതുവായിട്ടുള്ള സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തേണ്ട കുറച്ച് ആഹാര സാധനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെറുപയർ. ഈ ചെറുപയറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ. ചെറുപയറിൽ അയണിൻ്റെ അളവ് ധാരാളമായി അടങ്ങിയിരിക്കുന്നതാണ്. അതുകൂടാതെ പ്രോട്ടീൻ, വൈറ്റമിൻ ബി, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് അങ്ങനെ എല്ലാ പോഷകങ്ങളും ഒത്തുചേർന്ന ഒരു വിശിഷ്ട വിഭവമാണ് ചെറുപയർ. മുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ധാതുക്കളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ചെറുപയർ നമ്മുടെ ഭക്ഷണത്തിൽ, അതായത് പ്രോട്ടീൻ റിച്ചുമാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാന ഐറ്റമാണ് ചെറുപയർ. അതുപോലെ തന്നെ അടുത്തത് നട്ട്സ്. പലതരം നട്ട്സുകളുണ്ട്. പലരും പലപ്പോഴും നട്ട്സുകൾ ഉപയോഗിക്കാറില്ല. പക്ഷേ വാൾനട്ട്, ബദാം, പിസ്താച്ചിയോ അങ്ങനെ ധാരാളമായിട്ടുള്ള നട്ട്സിലെല്ലാം ഉയർന്ന അളവിൽ പ്രോട്ടീനും സിങ്കും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇത് രണ്ടും തലമുടിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇത് ചേർക്കുന്നത് വഴി ആരോഗ്യമുള്ളതും ബലമുള്ളതുമായ തലമുടി ലഭ്യമാകുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് മത്സ്യം. പലരും ചിലപ്പോൾ മത്സ്യം ഒഴിവാക്കാറുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കാര്യം വരുമ്പോൾ അവർ മത്സ്യത്തിന് പകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഭക്ഷണത്തിൽ. അല്ലെങ്കിൽ നമ്മൾ മത്സ്യം ഉറപ്പായിട്ടും, അതും ചെറു മത്സ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഫാറ്റി ആസിഡുകളാൽ റിച്ചാണ് മത്സ്യം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ചർമ്മത്തിനും കണ്ണുകൾക്കും മുടിക്കുമൊക്കെ വളരെയധികം ഗുണപ്രദമാണ്. മറ്റൊരു പ്രധാന ഐറ്റമാണ് മധുരക്കിഴങ്ങ്. മുടികൊഴിച്ചിൽ തടയാനും പിന്നെ മറ്റൊരു പ്രധാന കാര്യം, സ്ത്രീകൾക്ക് അവരുടെ ഡയറ്റിൽ ഏറ്റവും അധികം ഉൾപ്പെടുത്തേണ്ട ഒരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടതാണ് മധുരക്കിഴങ്ങ്. അപ്പോൾ ഇതിൽ വൈറ്റമിൻ എ സമ്പന്നമായ ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കാനും സഹായമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പഠനങ്ങളിലൂടെ. ഈ ഒരു കിഴങ്ങ് വർഗ്ഗങ്ങൾ അളവിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. പിന്നീട് മറ്റൊരു കാര്യം ചീര, ഇലക്കറികൾ. നമ്മുടെ ഏറ്റവും അധികം നമുക്ക് സുലഭമായി കിട്ടുന്നതും പോഷക സമ്പന്നവുമായ ഒരു ഇലക്കറിയാണ് ചീര. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, നമുക്ക് എപ്പോഴും കിട്ടുന്നതുമാണ് അല്ലേ. എല്ലാത്തരം വൈറ്റമിനുകളും ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ പോഷകങ്ങളെല്ലാം നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിനും ഒക്കെ സഹായിക്കുന്നതാണ്. മറ്റൊരു പ്രധാന ഭക്ഷണമാണ് മുട്ട. മുടിയുടെ വളർച്ചയ്ക്ക് സഹായമായ ബയോട്ടിൻ എന്ന ഘടകം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ആഹാര വിഭവമാണ് മുട്ട. മുടിയുടെ കനം കുറഞ്ഞു പോകുന്നതും പെട്ടെന്നുണ്ടാകുന്ന മുടിയുടെ കൊഴിഞ്ഞുപോക്കുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ബയോട്ടിൻ്റെ കുറവ് മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മളുടെ ഡയറ്റിൽ മുട്ട ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അവോക്കാഡോയെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അവോക്കാഡോ പൊട്ടാസ്യവും അമിനോ ആസിഡുകളും സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ്. ഇത് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും അധികം കഴിക്കേണ്ട ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അവോക്കാഡോ. അപ്പോൾ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഈ എപ്പിസോഡിലൂടെ കഴിയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.